ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ സമയം 5:30 മണി. രാവിലെ എനിക്ക് കുളിച്ച് റെഡിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി നേരെ പോയത് നമ്മുടെ കൊടുങ്ങൽ രമനെ കാണാനായിട്ടാണ്. കുറേ നാളായി വിചാരിക്കുന്നു അങ്ങോട്ട് പോകണം എന്ന്. അപ്പം ഇന്നാണ് ഞങ്ങൾക്ക് അവസരം ലഭിച്ചത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി അങ്ങ് പോയി. ചെന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് തിങ്കളാഴ്ച വൃശ്ചികം ഒന്നാണല്ലോ, ഇത് ഞങ്ങൾ ഞായറാഴ്ചയാണ് പോയത്. അവിടെ അപ്പോൾ തലേദിവസം ആയതുകൊണ്ട് എന്ത് തിരക്കായിരുന്നു. സ്വാമിമാർ ഇഷ്ടംപോലെ സ്വാമിമാരായിരുന്നു. കുറേ പേരുന്നാലും നമ്മൾ അത്രയും തിരക്കായിരുന്നു. അപ്പം ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും അമ്മ അച്ഛനും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ക്യൂ എന്ന് പറഞ്ഞാൽ അമ്മ അതിന് ക്യൂ ആയിരുന്നു. പിന്നെ ചെന്ന സമയത്ത് നട അടച്ചിരിക്കുന്നതുകൊണ്ട് ക്യൂ കുറച്ച് നേരം സ്റ്റോപ്പ് ആയിരുന്നു. പിന്നെ തുറന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പയ്യെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദർശനമൊക്കെ കിട്ടി. അങ്ങനെ ദൈവത്തിനെ കണ്ട് തൊഴുത് നല്ല രസമായിരുന്നു. ഈ പാട്ടൊന്ന് കേട്ട് നോക്കിക്കേ. എന്ത് രസമല്ലേ ഒരു ചിന്തുപാട്ട് കേൾക്കാനായിട്ട്. അമ്മേനെ കണ്ട് നല്ല ദർശനം. ഇവരുടെ പാട്ടും ആ ആംബിയൻസും മനസ്സ് വളരെ ശാന്തമായിട്ടുള്ള. അപ്പം അമ്പലത്തിൽ പോകുമ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയല്ലോ, ഭയങ്കര റിലാക്സ് ആയിരിക്കും. പിന്നെ അമ്മയുടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എല്ലാവരും ഇട്ടെടുത്ത് എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു അന്നത്തെ ദിവസം ഭയങ്കര കാമായിരുന്നു. ഭയങ്കര സന്തോഷവും മനസ്സ് നിറഞ്ഞ് ദൈവത്തിനെ കണ്ടെന്നൊക്കെ പറയില്ലേ. പിന്നെ തിരിച്ചെത്തിയപ്പോൾ ഞങ്ങൾക്ക് മുട്ടം പണി കിട്ടി. വണ്ടി ഇട്ട സ്ഥലത്ത് നമുക്ക് ഇറക്കാൻ പറ്റില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ അത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ വണ്ടിയൊക്കെ എങ്ങനെ മാറ്റിയിട്ട് ഞങ്ങൾ നേരെ തന്നത് ഭക്ഷണം കഴിക്കാൻ. അമ്പലത്തിൽ പോയ മസാല ദോശ അത് മുഖ്യമാണല്ലോ ബിഗിലെ എന്ന് പറയുന്ന പോലെ ഫുഡ് മസാല ദോശ അങ്ങനെ കഴിച്ച് അവിടെ നിന്ന് നല്ല രസമായിരുന്നു. കഴിച്ച് നൈസായിട്ട് കഴിച്ച് പായസമൊക്കെ കിട്ടി. പായസം കഴിച്ച് അതിനിടക്ക് അതൊക്കെ കിട്ടി. പിന്നെ അമ്മയച്ഛനും തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയപ്പോഴാണ് സംഗീതമൊക്കെ ചെയ്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ ഒരേ ഒരാൾ കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ ദിവസം അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.